ഹലോ മൈ ഗായ്സ്, പുതിയ സ്വാഗതം. അപ്പൊ എന്താ വെച്ചാല് കുറച്ച് വീട്ടിലെ പണിയുണ്ട്. വീട്ടിലെ പണി എന്ന് പറഞ്ഞാല് കുറച്ച് പറമ്പിലാണെന്ന് പണി. അപ്പൊ നമ്മളെ കുട്ടി മുതലാളിയൊക്കെ റെഡിയാണ്. അങ്ങനെ നേരെ ഫുഡ് കഴിച്ചു അവിടെ നേരെ ഇറങ്ങി. ഇന്ന് നമ്മളെ പണിക്കുള്ളത് വേറെ ആരില്ല, നമ്മളെ സ്വന്തം താത്ത തന്നെയാണ്. താത്തി ഞാനും ഇന്ന് ഫുള്ള് പറമ്പിൽ ഫുൾ പണി എടുക്കണേ. ഉമ്മാക്ക് വയ്യാത്തോണ്ട് ഞാനും ഇവിടെ തന്നെ പഴയ ഫ്രണ്ട്സാ, ഉറക്കം വന്നോണ്ട് തോളിലിട്ടതാ. അങ്ങനെ ഒരു ഇതില് പണി തുടങ്ങി. ഒരു ഇതിൽ അവിടുന്ന് കൊത്തലും ഞാൻ ഇവിടുന്ന് കൊത്തലും അനിയനിത് അവിടെ വളം ഇടലും അതൊക്കെയാണ് പരിപാടി. എന്റെ ഇടയിൽ ഞാൻ ഉള്ളോടൊന്ന് പോസ് ഇടാൻ പറഞ്ഞു. സെറ്റപ്പുകളൊക്കെ കൊള്ളാലോ. അങ്ങനെ ഒരു വിധത്തിൽ ആ വാഗിട്ട് കഴിഞ്ഞ് നേരെ കഞ്ഞിക്ക് വിളിച്ചു. അപ്പോൾ നേരെ ഞങ്ങൾ കഞ്ഞിക്ക് പോകുന്നു. ഇതേ ഒരു ചിട്ടാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു 10 മണിക്ക് കഞ്ഞി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നേരെ കഞ്ഞി കുടിച്ച് നേരെ വീണ്ടും ബാക്ക് ടു വർക്ക്. ഇതാ ഇവിടെ കുറച്ച് ഉഗ്ഗലും അങ്ങനെ കുറേ പരിക്കളൊക്കെ ഉണ്ട് ഇടയിൽ വരുന്നുണ്ട്. സത്യം പറയണമെങ്കിൽ ഒരു വിധത്തിലെല്ലാം തീർത്താണ്ട് പിന്നെ ഉമ്മണ്ട് വിളിക്കണം. അങ്ങനെ പണി കഴിഞ്ഞ് നേരെ കാറെടുത്ത് ഒറ്റ ഇറങ്ങല്. എങ്ങോട്ടാ വെച്ചാൽ ഒരു സ്ഥലം വരെയാണ്, വേറെ എങ്ങോട്ടല്ല, എൻ്റെ ഉമ്മാന്റെ വീട്ടിൽ തന്നെ പോകണം. അങ്ങനെ കാറിൽ കയറിയപ്പോ തന്നെ കുട്ടിമാലാളി സൈഡ് ആയിക്കണ ഒരു ഭാഗത്തേക്ക്. പണിയൊക്കെ എടുത്ത് ആക്കെ കഴിഞ്ഞിക്കണേ. 5 കഴിഞ്ഞപ്പോ നേരെ ആളെ കുഷാറായി നീച്ചിക്കണേ. പിന്നെ ഉമ്മ പറഞ്ഞ എന്തെങ്കിലും സാധനം എന്തെങ്കിലും വാങ്ങിക്കാണ്ട് പോവാറുണ്ട്. അങ്ങനെ അവിടെ എത്രയും മുന്നേ ഞങ്ങളെ പാച്ചുണ്ട് അവിടെ കാത്ത് നിൽക്കണേ. ഞങ്ങൾ അങ്ങനെ എന്താ ഇമ്മാന്റെ വീട്, ഇതാണ് എൻ്റെ ഉമ്മാന്റെ വീട്, ഇതാണ് ഞങ്ങളെ പാത്തു വന്നപ്പോ തന്നെ 5 ചെറിയൊരു പണിയും കൊടുത്തിട്ട് വന്ന്. വേറെ ഒന്നല്ല, പാൻറ്റിലൊന്നും ചൂച്ചു പാത്തി വന്നു. അങ്ങനെ ആ ബഹളത്തിനൊക്കെ ഇതാണ് ഞങ്ങൾ ഇവിടേക്ക് വരാനുള്ള കാരണം. ഉമ്മ തലടിച്ചു പോകുന്നു. അങ്ങനെ അവിടെ നേരെ പോകുന്നു. ഇതാണ് ഇഞ്ച പപ്പ, ഒരു ഫ്രീക്കാനാണ്. ഇവനുണ്ടെന്നാ ഇഞ്ച ഫോട്ടോ കാണിച്ചിട്ട് ഇച്ചനെ കാണിച്ചു തന്നെ. ഇങ്ങനെ എന്നിട്ട് ഇവൻ എന്തൊക്കെയൊക്കെയോ ഞങ്ങൾ പറയേണ്ടി വെറുതെ ഇങ്ങനെ കാക്കും ഫോൺ തരുന്ന കഴിച്ചു. അങ്ങനെ പിന്നെ അവിടെ എത്തി. പിന്നെ കുട്ടിക്ക് തന്നെ പിന്നെ ഫുള്ള് കുട്ടീനെ വേണം പറഞ്ഞു. അങ്ങനെ എന്തായാലും ഞാൻ ഇവരെയും കൊണ്ട് നേരെ അങ്ങാടി കറങ്ങാൻ നിന്നപ്പോഴാണ് കാക്കു പറഞ്ഞു വണ്ടി എടുത്ത് പോകാൻ. പോത്തല് വരെ പോകാറുണ്ട്. പോത്തല് പോകാനൊരു കാരണം കേട്ടോ. എന്താ കണ്ടാ തോന്നുന്നു ഓല ജ്യൂസ് അടിക്കണം. അങ്ങനെ നല്ല ഓല ഇഞ്ച ജ്യൂസ് എടുത്ത് കുടിച്ച് കഴിച്ചാണ് ഓല അങ്ങോട്ടാകെ. അതിലിപ്പ പണ്ട് ഫോട്ടോ ഇപ്പൊ ഒരു പാവാണ്. ഇപ്പൊ പാനെ പറ്റി പറയണ ഒരു വീഡിയോ തന്നെ ഇപ്പൊ പാനെ പറ്റി പറയണം. അത്രമാത്രം ഉണ്ട് ഇപ്പൊ പാനെ പറ്റി പറയാം. അപ്പോൾ എന്തായാലും നേരെ ഫുഡ് എത്തിക്കണം. ഫുഡ് ഞങ്ങൾ എന്താട്ടി ഫുഡൊക്കെ അടിച്ച് മിഞ്ഞ് കഴിച്ചു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി പേരക്കുട്ടികളൊക്കെ ആയിട്ട് നേരെ ഞങ്ങള് ട്രൗസർ എടുക്കാനാ പോകുന്നത്. കാരണം കുഞ്ഞിപ്പാത്ത് എന്താ കഴിക്കണം, അവന്റെ ട്രൗസറിൽ മുദ്രയിച്ചോണ്ട് ട്രൗസർ ഇല്ല ട്രൗസറാണ്. അപ്പൊ ഇവിടെ വന്നപ്പോഴാണ് ഓല് പറയുന്നത് തൊപ്പി വാങ്ങി തരുമോ ചോദിച്ചോണ്ട്. അങ്ങനെ അവിടെ നിന്ന് വേണ്ടതൊക്കെ വാങ്ങി നേരെ ഉമ്മാന്റെ വീട്ടിൽ. അങ്ങനെ അവിടെ നിന്ന് നേരെ പോന്ന് ഒന്ന് മുടി വെട്ടണം എന്നുണ്ടെങ്കിൽ അപ്പോൾ എന്നിട്ട് ഒന്ന് മുടി വെട്ടി നേരെ വീട്ടിക്ക്. അപ്പോൾ ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ശരി.